തത്തുമൈ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് ഒപ്പം ഉള്ളത് യുവമോർച്ചയുടെ മീഡിയ സെൽ കൺവീനർ ശ്രീ നന്ദുവാണ്. സ്വാഗതം നന്ദു. വലിയ തള്ളുകളാണ് നടക്കുന്നത്. കേരളം എവിടെയോ എത്തി, ന്യൂയോർക്കിന് മുകളിലെത്തി എന്നൊക്കെയുള്ള തള്ളുകളാണ് നടക്കുന്നത്. ഇൻ്റർവ്യൂകളിലും ആ രീതിയിലുള്ള പെർഫോമൻസാണ്. നമുക്കൊരു റിപ്പോർട്ട് കാർഡ് എടുത്തു നോക്കാം. എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു 5 വർഷത്തെ പെർഫോമൻസ്? ഇനി എടുത്തിട്ട് കാര്യമില്ല, ജനങ്ങൾ എന്തായാലും നെഗറ്റീവായിട്ടുള്ളൊരു വോട്ടിംഗ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്കിലും വിദ്യാഭ്യാസ രംഗത്ത്, അത് എന്തോ ഒരു വിദ്യാർത്ഥി തലം മുതൽ പ്രവർത്തിച്ച് വരുന്ന ഒരാളുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് കേരളം നേടിയ കഴിഞ്ഞ 10 വർഷത്തിൽ? ഒന്ന്, താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞ ന്യൂയോർക്ക് മോഡൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഫ്രേസാണ്. അതായത് മുഖ്യമന്ത്രി ഒരു ചടങ്ങിൽ പറഞ്ഞത്, ഏതോ ഒരു വിദേശ രാജ്യത്ത് ഉള്ള ഒരു പൗരൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ, കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞു അത്രേ, കേരളത്തിലെ റോഡുകളെല്ലാം ന്യൂയോർക്ക് മോഡൽ റോഡുകളാണല്ലോ എന്ന് പറഞ്ഞതായിട്ടാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പം നമ്മൾ കേരളത്തിനകത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു 10 PWD റോഡ്, PWD മിനിസ്റ്റർക്ക് പറയാമോ നല്ല റോഡാണെന്ന്? കുഴി അടയ്ക്കാത്ത, കുഴിയിൽ വീണ ആളുകൾ മരിക്കുന്ന നിലയിലേക്കുള്ള റോഡുകളെയാണ് ന്യൂയോർക്ക് മോഡൽ റോഡുകളെന്ന് പറയുന്ന സർക്കാരിൽ നിന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തള്ളുകളല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറയാനുള്ളത്. അപ്പോൾ അവർ ആദ്യം പറയുന്ന വാക്കിൽ തന്നെ അവർ പൊളിഞ്ഞു വീഴുകയാണ്. പിന്നെ വിദ്യാഭ്യാസ രംഗം കേരളത്തിനകത്ത് എത്ര യൂണിവേഴ്സിറ്റികളിലാണ്? നിങ്ങളൊരു മാധ്യമ പ്രവർത്തനമല്ലേ, അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, 40% സീറ്റുകൾ കേരളത്തിലെ ഡിഗ്രി സീറ്റുകൾ, കോഴ്സുകൾക്കുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നല്ല വിദ്യാഭ്യാസം ആയതുകൊണ്ടാണ്. കേരളത്തിനകത്ത് ഈ PG കോഴ്സുകൾക്ക് 60% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുന്നിൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്നിരുന്നൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലൊരു ഡിഗ്രി സീറ്റ്, ഇപ്പോൾ താങ്കൾ ഞാനുമൊക്കെ പഠിച്ച സമയത്ത് ഒരു ഡിഗ്രി സീറ്റിൽ ഇന്ന വിഷയത്തിന് ഇന്ന കോളേജിൽ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രാപ്യമായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സീറ്റ് വെച്ചുകൊണ്ട് കോളേജുകൾ വിളിക്കുകയാണ്, എങ്ങനെയെങ്കിലും വന്ന് പഠിക്കുക എന്ന് പറയുന്ന നിലയിലേക്ക്. എന്തുകൊണ്ട് ഈ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മൾ വന്നു? നമ്മുടെയൊക്കെ ചരിത്രത്തിൽ, നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ, ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ കേട്ട നിലയിലാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുന്നത്. എൻ്റെ നാട്, ഞാൻ നിയമനിയോജക മണ്ഡലത്തുകാരനാണ്. എൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവിടെ നിന്നുള്ള ആളാണ്, അവിടുത്തെ MLA ആണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലാകെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഹൈടെക് സ്കൂളുകൾ നിർമ്മിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പ്രധാനമായി പറയുന്നത് കരമന ഒരു സ്കൂൾ നിർമ്മിച്ച കാര്യമാണ്. അത് തുടങ്ങി വെച്ചത് രാജേട്ടനാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുത്തു. ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെയുള്ളവരുടെ എല്ലാം സ്ഥിരം പണി കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടിയാലും അതിൻ്റെ ക്രെഡിറ്റിങ് എടുക്കുക എന്നുള്ളതാണല്ലോ. അതുപോലെ തന്നെ ഇത് ക്രെഡിറ്റ് എടുത്താൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ഹൈടെക് സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടുത്തെ CPM ആൾക്കാരോട് പല കാര്യങ്ങളിലും, പല ഘട്ടങ്ങളിലും, ചർച്ചകളിലും അല്ലാതെയും ഒക്കെ ചോദിച്ചത്, ചേട്ടാ എന്താണ് ഈ ഹൈടെക് സ്കൂൾ? ആ ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത് അതിനകത്തൊരു ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു ലിഫ്റ്റുള്ള സ്കൂളാണ് ഹൈടെക് സ്കൂൾ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതി തന്നെ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ഹൈടെക് ആയി എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ ലോകം ഇന്ന് സഞ്ചരിക്കുന്നത് ഇതിലെയാണ്. ലോകം ഇന്ന് സഞ്ചരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള, റോബോട്ടിക് പോലെയുള്ള വളരെ വിഷണറി ആയിട്ടുള്ള, വളരെ ഹൈടെക് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ലോകം മാറുന്നു. കേരളത്തിൽ ആ നിലയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വന്നു? കേരളം, ഇപ്പോൾ നമ്മളൊരു പാഠ്യപദ്ധതി ഉണ്ടല്ലോ, നമുക്കൊരു കരിക്കുലമുണ്ട്. ആ കരിക്കുലത്തിനൊപ്പം കുട്ടികൾ നാളെ പഠിച്ച് +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയാൽ അവൻ ലോകത്ത് എവിടെ പോയാലും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൽ ഉള്ള ആളായി മാറണം. അതിന് ഉതകുന്ന രീതിയിലുള്ള എന്ത് വിദ്യാഭ്യാസമാണ് കേരളത്തിൽ കിട്ടുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കണ്ടേ പൊതുസമൂഹം? അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനവർ പറയുന്ന മറുപടി, ഇപ്പോൾ ശിവരഞ്ജിത്ത്, നസീമിനെ പോലെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഈ PSCയിൽ 1ാം റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ക്രമക്കേട്, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ സിംബോളിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ ആവുന്നു, മത്സരിച്ച് ആ രീതിയിലുള്ള മത്സരം. അപ്പോൾ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിക്കല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കേരളത്തിലെ ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ, നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനോട് കേരളത്തിലെ യുവജന രംഗം അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഗൂഗിളിൽ കേരള യൂത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പ്രധാനമായും നിങ്ങൾ കാണുന്നത് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ വന്ന് ഈ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുട്ടിലഴയുന്ന പടം. കേരളത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ കേരളത്തിൽ വന്നിട്ട് തറയിൽ നിന്ന് മണ്ണ് വാരി തിന്നുന്നു, പുല്ല് വെട്ടി തിന്നുന്ന സാഹചര്യം, മുടി മുറിക്കുന്ന സാഹചര്യം, ശയനപ്രദർശനം നടത്തുന്ന സാഹചര്യം. അപ്പം കേരളത്തിനകത്ത്
യുവാക്കളെ എങ്ങനെ സർക്കാർ പരിഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കഥകൾ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ പടങ്ങളാണ്, ഈ ചിത്രങ്ങളാണ് മറുപടി പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ടോട്ടലി കൊളാപ്സ് എന്നുള്ളത് മാത്രമല്ല, ഇനി അതിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് ആ ചിത കത്തി അടങ്ങി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ ഒരു ജിഷ്ണു പ്രണോയോ ഒരു സിദ്ധാർത്ഥോ ഒരു നിതിനോ മാത്രമാണോ ദുരഭിമാന കൊലകൾ? എന്തൊക്കെ നടക്കുന്നു കേരളത്തിൽ? ഉത്തരേന്ത്യയിൽ നോക്കി നമ്മൾ വിലപിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേസ്, നമ്മുടെ അടിസ്ഥാനം അത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണവും ആ വിദ്യാഭ്യാസത്തിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണൽ വൽക്കരണമുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരണമുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾ കേരളത്തിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കേരളത്തിലെ SFI പോലുള്ള സംഘടനകൾ, ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന തങ്ങളാണെന്നാണല്ലോ അവർ പറയുന്നത്. ആ വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെടുന്ന സഹപ്രവർത്തകർ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെടുന്ന, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എതിർക്കുന്നു, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നയാളാണ്. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം? പക്വമതമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്ന ആപ്തവാക്യം ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് നമുക്ക് വേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ SFI പോലുള്ള സംഘടനകളുടെ അധ്യാപികയ്ക്ക് കുഴിമാടം ഒരുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവും. വളരെ ബുദ്ധിമുട്ടാണ്. അധ്യാപകൻ ഇരുന്ന കസേര കൊണ്ടുവന്ന് കത്തിച്ചിട്ട് നിന്നെ ഇതേപോലെ കത്തിക്കും എന്ന് ആക്രോശിക്കുന്ന വിദ്യാർത്ഥി സംഘടന ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവും. ഒരു കൂടെ പഠിക്കുന്നൊരു സഹപ്രവർത്തക, രാഷ്ട്രീയ വിരോധം വേണം. അത് രാഷ്ട്രീയം പറയേണ്ടത് ആശയപരമായിട്ടാണ്. ഞാനൊക്കെ അങ്ങനെ രാഷ്ട്രീയം പറയുന്ന ആളാണ്. എനിക്കൊക്കെ രാഷ്ട്രീയം ആശയപരമാണ്, അല്ലാതെ കായികപരമല്ല. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ, ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഒരു കോളേജിനകത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ സ്വന്തം പാർട്ടിയിൽ, സ്വന്തം മുന്നണിയിൽ തൊട്ടടുത്തിരിക്കുന്ന LDFിൻ്റെ കോalition പാർട്ണറായിട്ടുള്ള CPIയുടെ ASF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ടുള്ള ഒരു സ്ത്രീയോട്, ഒരു പെൺകുട്ടിയോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ സംസ്കാരത്തിന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ എന്നു മുതൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയോ, കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങിയോ, അന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന താലിബാന് ലെവലിലുള്ള ആളുകൾ കാണിക്കുന്നതിനേക്കാൾ നീചമായി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ തൊട്ടടുത്ത്, തിരുവനന്തപുരത്ത് തൊട്ടടുത്തല്ലേ യൂണിവേഴ്സിറ്റി കോളേജിലുള്ള ഒരു അധ്യാപിക പറഞ്ഞത്, എന്നെ ഇരുത്തിയിട്ട് ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങാൻ പോലും സമ്മതിക്കാത്ത നിലയിൽ ഇന്നത്തെ MP ആയിട്ടുള്ള, രാജ്യസഭ MP ആയിട്ടുള്ള റഹീമിൻ്റെ നേതൃത്വത്തിൽ, എന്തിനാണ്? അവരുടെ സംഘടനയ്ക്ക് പൈസ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫണ്ട് കൈയിട്ട് വാരാൻ, തിരിമറി നടത്താൻ അനുവാദം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു അധ്യാപികയെ. അപ്പോൾ ഇതെല്ലാം വിദ്യാഭ്യാസ രംഗത്തെ മലീമസമാണ്. ഇതേ ആശു തന്നെ യശയെക്കുറിച്ചാണ് ഇന്നലെ ഒരു അമ്മ അഭിപ്രായപ്പെട്ടത്. പൂക്കോട് കോളേജിൽ സിദ്ധാർത്ഥിൻ്റെ മരണം കഴിഞ്ഞ് ആ കൊലപാതകികളെടുത്ത് അന്ന് രാത്രി തന്നെ ആർഷോ എത്തുകയും അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് ശക്തി പകരുവാനാണ് ആർഷോ ശ്രമിച്ചതെന്നാണ്. അത് എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? ആർഷോ അത് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാരണം ആർഷോ ആരുടെ തലമുറയിലുള്ള ആളാണ്, ആരുടെ പിൻഗാമിയാണ്? നിങ്ങൾ നോക്കൂ, ഭാരത് തേരെ തുക്കടേ ഹോങ്കെ ഇൻഷാ അല്ലാ എന്ന മുദ്രാവാക്യം, അഫ്സൽ ഹം ഷർമിന്ദാഹെ തേരെ ഖത്തിൽ സിന്ദാഹെ എന്ന മുദ്രാവാക്യം വിളിച്ച JNU എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു ക്യാമ്പസ്, ആ ക്യാമ്പസിനകത്ത് ഇത് വിളിച്ചവരെല്ലാം രാജ്യസ്നേഹികളാണോ ഈ മുദ്രാവാക്യം വിളിച്ചത്? അഫ്സൽ ഹം ഷർമിന്ദാഹെ തേരെ ഖത്തിൽ സിന്ദാഹെ എന്ന് പറഞ്ഞാൽ അഫ്സൽ ഗുരു ആരാ? ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെ നിറയൊഴിച്ചയാളാണ്. അയാളുടെ മരണത്തിൽ നിങ്ങളെ കൊന്നവരോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നതാരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റം തീരുമാനിച്ചതാണ്? സുപ്രീം കോടതിയാണ് ബഹുമാനപ്പെട്ട. അഫ്സൽ ഹം ഷർമിന്ദാഹെ തേരെ ഖത്തിൽ സിന്ദാഹെ എന്ന് മുദ്രാവാക്യം വിളിച്ചവരുടെ കാല് തടവി കൊടുക്കാൻ അവിടെ ആദ്യം പോയതാരാ? CPIMൻ്റെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരൻ മിനിമം ഇതെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ആർഷോ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാം. എങ്ങനെയാണോ അത് ആ സംഘടനയുടെ ശൈലി, അതേ രീതിയിലാണ് ആർഷോയും പെരുമാറി. പക്ഷേ ആർഷോ മനസ്സിലാക്കേണ്ടത്, ഇന്നും കേരളത്തിലെ SFIയുടെ നേതാക്കന്മാർ പല ചർച്ചകളിലും നമ്മൾ ഈ SFI ആണ് പൂക്കോട് ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാർ എന്ന് പറയുമ്പോൾ അവരെല്ലാം പറയുന്നത്, എവിടെയെങ്കിലും ആരെങ്കിലും ഞങ്ങളുടെ പേര് FIRൽ എഴുതി വെച്ചിട്ടുണ്ട്? എഴുതി വെക്കില്ല. കാരണം സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ SFIയുടെ പേരെഴുതാൻ ധൈര്യമുള്ള, നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവുമോ? ഒന്ന്. രണ്ട്, ഇന്നലെ അമ്മ പറഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് ആരെയും ഭയമില്ല. ആ അമ്മ അത്രയ്ക്ക് നെഞ്ചു പൊട്ടി പറയണം, എൻ്റെ മകൻ നഷ്ടപ്പെട്ടതിനപ്പുറം ഇനി എനിക്ക് എന്ത് സംഭവിക്കാൻ എന്ന് ആ അമ്മ പറയുമ്പോൾ ആ അമ്മയുടെ ഹൃദയം പൊട്ടിക്കൊണ്ട് അമ്മ പറയുകയാണ്, എൻ്റെ മകനെ കൊന്നവർക്ക് ആശ്വാസവാക്കുകളുമായി ആദ്യമെത്തിയത് ആർഷോയാണ്. ഇതുപോലുള്ള ആളുകളാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സിനെ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നത്. ഇത്തരം ആളുകളെ, ഇത്തരം കരിങ്കാലികളെ ഒറ്റപ്പെടുത്താനുള്ള
കരുത്ത് കേരളത്തിലെ യുവജന പ്രവർത്തകർക്ക് ഉണ്ടാവണം. ഞാൻ പറയുന്നത് SFI പോലൊരു സംഘടന ഇതുപോലൊരു ആൻറ്റി സോഷ്യൽ എന്തിനു ചുമക്കുന്നു എന്ന ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുപോലൊരു ആൻറ്റി സോഷ്യൽ സ്വന്തം സഹപ്രവർത്തകയെ നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിട്ടൊരു മോശം വാക്ക്, ജാതീയതയ്ക്കെതിരെയൊക്കെ പ്രസംഗിക്കുന്നവർ ആ കുട്ടിയെ വിളിച്ച വാക്ക് അവർ തന്നെ പറയട്ടെ, ഞാൻ അതിൻ്റെ ഒന്നും പുറകിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആൻറ്റി സോഷ്യൽസിനെ അങ്ങനെയുള്ള കാലഘട്ടത്തിലും എപ്പോഴും ഒരു താലോലിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോഴാണ് സുധാകരൻ ഒരു ജാതിവാദിയായിരുന്നു എന്ന്. സുധാകരൻ എന്നല്ലെന്നേ, നിങ്ങൾ ഗൗരി അമ്മ കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടില്ലേ കേരളത്തിലെ CPM? ഇല്ലെന്ന് കേരളത്തിലെ ഏതെങ്കിലും CPMൻ്റെ അണിക്ക് പറയാൻ പറ്റില്ല, നേതാവിന് പറയാൻ പറ്റുമോ? ഗൗരിയമ്മ പറഞ്ഞില്ലേ എന്നെ ജാതിപരമായി അധിക്ഷേപിച്ചാണ് ഇറക്കി വിട്ടതെന്ന്. അതിനപ്പുറം ഇനി ആര് സ്റ്റേറ്റ് ചെയ്യണം? അപ്പോൾ ഗൗരിയമ്മയെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള അവർ കൊണ്ട ലാത്തിയടിയുടെ 4/1 കൊണ്ടവരാരെങ്കിലും CPMനകത്തുണ്ടാവും. അവര് ഗൗരിയമ്മ ലാത്തി പ്രസവിക്കുമായിരുന്നു അല്ലേ, ലാത്തിക്ക് ബീജമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസംഗിക്കുമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ ഗൗരിയമ്മയെ പോലെയുള്ള വളരെ വളരെ ശക്തമായി കേരളത്തിലെ പൊതു സാഹചര്യത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പോരാട്ടം നയിച്ചവരല്ലേ. അങ്ങനെയുള്ള ഗൗരിയമ്മയെ പോലെയുള്ള ആളുകളെ വെറും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് ഇറക്കി വിട്ട പാർട്ടിയല്ലേ CPIM? ആ പാർട്ടിയാണോ കേരളത്തിൽ വന്നിട്ട് ജാതീയതയ്ക്കെതിരാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്? ഈ ആർഷോമാരെ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്തിനാ കുറ്റം പറയുന്നതെന്നേ? അവർ പഠിച്ചു വരുന്നത് അതേ ജാതിസമല്ലെന്നേ. അതുകൊണ്ടല്ലേ സ്വന്തം സഹപ്രവർത്തകരുടെ മുഖത്ത് നോക്കി വളരെ മോശം ഇത് പറഞ്ഞത് മറ്റൊരു സംഘടന, വിദ്യാർത്ഥി സംഘടനയിലുള്ള ഒരു നേതാവോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളോ ആണെന്ന് നിങ്ങൾ കരുതുക. എന്തായിരുന്നു കേരളത്തിലെ നറേഷൻ? എന്താവുമായിരുന്നു കേരളത്തിലെ നറേഷൻ? അപ്പോൾ SFI ചെയ്താൽ ബാക്കി ആരെങ്കിലും ഇട്ട വള്ളിക്കളസും SFI ഇട്ട ബർമൂഡയും ആവുന്ന രാഷ്ട്രീയ നയമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള ആശാൻ അടുപ്പിലുമാകാമെന്നൊക്കെ പറയുന്ന പഴയ അമ്മമാരുടെ പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ നിലക്കൊക്കെയാണ് കേരളത്തിലെ CPMഉം കേരളത്തിലെ CPM SFI ഒക്കെ ചിന്തിക്കുന്നത്. ഈ രീതിയിൽ ഒരു കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയത്തെ പൊതുജീവിതത്തെ അപഹസിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് SFI മാറുന്നുണ്ടോ? ഇന്നലെ ആ അമ്മ ജിഷ്ണു പ്രണോയുടെ അമ്മ പറഞ്ഞ പോയിന്റ് വളരെ റിലവൻ്റ് ആണ്. അതായത് നിങ്ങൾ നോക്കും, ആസാദി മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊപ്പം, അത് ഭാരതേരെ തുക്കടേ ഹോങ്കെ എന്ന രാഷ്ട്രീയം പറയുന്നവർക്കൊപ്പം ചെന്നിരിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ പിൻതലമുറക്കാരനാണ് ആർഷോ. അപ്പോൾ സ്വാഭാവികമായി ആർഷോ ഈ പറയുന്ന പൂക്കോട്ടെ ക്രിമിനലുകൾക്കൊപ്പം പോയില്ലെങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മൾ അതിശയപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ ആ അമ്മയുടെ കണ്ണുനീറിന്, ആ അമ്മയുടെ വിഷമത്തിന് മറുപടി പറയാൻ കേരളത്തിലെ CPM ബാധ്യതപ്പെട്ടിരിക്കുന്നു, SFI ബാധ്യതപ്പെട്ടിരിക്കുന്നു. SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അപ്പുറത്ത് SFI ഇന്ന് താലിബാനെ പോലും നാണിപ്പിക്കുന്ന നിലയിലുള്ള ഒരു അരാജകവാദ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു എന്നുള്ള സ്റ്റാൻഡുണ്ട് കേരളത്തിൽ. ആ സ്റ്റാൻഡ് പറയുമ്പോൾ അത് പറയുന്നവരെയൊക്കെ നിങ്ങൾ ഒറ്റപ്പെടുത്തുമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന അധ്യാപികയ്ക്ക് കുഴിമാട ഒഴുക്കുന്നു, ഒരു അധ്യാപകന് അദ്ദേഹത്തിൻ്റെ കസേര കത്തിച്ചതിന് ശേഷം നിന്നെ ഇതേപോലെ നിർത്തി കത്തിക്കുന്നു എന്ന് പറയുന്നു, അധ്യാപകരെ ഉപദ്രവിക്കുന്നു. ഈ നിലയിലേക്ക് ഒരു തരം താഴ്ന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ സമീപഭാവിയിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. ആ സംഘടനയെ ഒരിക്കലും വിദ്യാർത്ഥി സംഘടന എന്ന് പോലും അഭിസംബോധന ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു താലിബാനിസ്റ്റ് സംഘടനയുടെ നേതാക്കന്മാരായി ഇത്തരം യൂസ്ലെസ്സുകളായിട്ടുള്ള ആർഷോനെ പോലെയുള്ള ആളുകളെ നിയമിക്കുമ്പോൾ ഒരു സംഘടന എന്നുള്ള നിലയിൽ അവർ അതിനെ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മഹിജ എന്ന് പറയുന്ന അമ്മ കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. തൻ്റെ മകനെ ഇല്ലായ്മ ചെയ്തവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ കാണാനാണ് സത്യത്തിൽ മഹിജ എന്ന് പറയുന്ന അമ്മ തിരുവനന്തപുരത്തേക്ക്. അമ്മ സമരത്തിന് വന്നതല്ല, നമ്മളെല്ലാം സമരം എന്നാണ് അതിനെ കേൾക്കുന്നത്. അമ്മ സമരത്തിന് വന്നതല്ല. അമ്മ ഇവിടെ വരുന്നത് തൻ്റെ മകൻ എല്ലാ വിഷുപ്പുലരിയിലും കണി കണ്ടുണരുന്ന ഈ പറയുന്ന കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ, മാവേലി നാട് വാഴുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് കരുതി, അതേപോലെ പിണറായി വിജയൻ നാട് ഭരിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് കരുതിക്കൊണ്ടാണ് ആ അമ്മ ഇവിടെ വരുന്നത്. ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ ഇല്ലായ്മ ചെയ്തവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാനാണ് വരുന്നത്. ആ അമ്മയെ കേരളത്തിലെ പോലീസും കേരളത്തിലെ CPIMഉം കേരളത്തിലെ ഭരണവും സ്വീകരിച്ചത് അടിവയറ്റിൽ ചവിട്ടിക്കൊണ്ടാണ്. അപ്പോൾ ആ അടിവയറ്റിൽ ചവിട്ടിക്കൊണ്ട് കേരളത്തിലെ പോലീസ് സ്വീകരിച്ച അമ്മ ചെയ്ത തെറ്റ് തൻ്റെ മകൻ ഈ പാർട്ടിയെ വിശ്വസിച്ചപ്പോൾ അവനെ വിലക്കിയില്ല എന്നുള്ളതാണ്. മറിച്ച് ഇത് പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്ന് ആ അമ്മയും വിശ്വസിച്ചു. അപ്പോൾ ഇത് പാവപ്പെട്ടവൻ്റെ പാർട്ടിയല്ല, പണക്കാരന് വേണ്ടി മാത്രം, മുതലാളിമാർക്ക് വേണ്ടി മാത്രം, മുതലാളിത്തത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ തൻ്റെ മകൻ മരണപ്പെട്ട് തിരുവനന്തപുരത്ത് നീതി ചോദിച്ച് വരേണ്ട ഗതികേട് വന്നു.
എന്നുള്ളിടത്താണ് കേരളം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേ അമ്മയുടെ അവസ്ഥയിലാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയും ഇന്ന് പ്രതികരിക്കുന്നത്. അതേ അമ്മയുടെ അവസ്ഥയിലേക്ക് തന്നെയാണ് നിതിൻ്റെ അമ്മയും പോകുന്നത് എന്നുള്ള ദാരുണമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ഘട്ടത്തിലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും അഭിമാനകരമായ ഉയരത്തിലാണ് നിന്നിരുന്നത് എങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും അപമാനകരമായ രംഗത്ത് നിൽക്കുകയും പാപഭാരത്താൽ തലകുനിച്ച് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഒരു വിദ്യാഭ്യാസം നേടിയെടുത്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസം നേടിയെടുത്താൽ തന്നെ തൊഴിൽ ലഭ്യതയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളാണ്. കഴിഞ്ഞ 10 വർഷം സ്കിൽ ഡെവലപ്മെൻറ്റ് വല്ലാതെ കേരളത്തിൽ നടന്നു, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടന്നു. എന്തായിരുന്നു കേരളത്തിൻ്റെ കഴിഞ്ഞൊരു 10 വർഷം? ഞാൻ രണ്ടായി പറയാം. അതായത് കേരളത്തിലെ സ്കില്ലിൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. കേരളത്തിലൊരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ പഠനം കഴിഞ്ഞിറങ്ങിയാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് പോകാൻ ആ കുട്ടിക്ക് വേണ്ട യോഗ്യതകൾ കേരളത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മറ്റു പല സ്റ്റേറ്റുകളും പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതരമായി ഇന്ന് ലോകം സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ സ്പന്ദനങ്ങളെ തൊട്ട് കാണിക്കാൻ കഴിയുന്ന നിലയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ റോബോട്ടിക്സ് പോലുള്ള പദ്ധതികളെക്കുറിച്ച് ഒരു പാഠ്യ വിഷയമായി തന്നെ NEP പോലുള്ള സംവിധാനം വന്നതിന് ശേഷം ആ ഒരു പാഠ്യ വിഷയമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ അതിന് പകരം പഠിപ്പിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകൻ്റെ നെഞ്ചിൽ കുത്താനാണ്. അവിടെ പകരം പഠിപ്പിക്കുന്നത് മുദ്രാവാക്യം വിളിക്കാനാണ്. അവിടെ പകരം പഠിപ്പിക്കുന്നത് ടീച്ചറുടെ കസേര കത്തിക്കാനാണ്. അവിടെ പകരം പഠിപ്പിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്നത് ടീച്ചർക്ക് കുഴിമാടം ഒരുക്കാനാണ്. ഈ രാഷ്ട്രീയ സംസ്കാരം മാറണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട കേരളത്തെ ഇത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കേരളത്തെ അപമാനിക്കൽ എന്നുള്ള ഒറ്റ ടാഗിൽ കൂട്ടുകയാണ്. അതെ, സംസ്ഥാന ദ്രോഹിയാക്കുകയാണ്. ഇനി സംസ്ഥാന ദ്രോഹി ആയാൽ പോലും കേരളത്തിലെ നാളെയുടെ തലമുറകൾക്ക് വേണ്ടി ഇനി ഒരു സംസ്ഥാന ദ്രോഹി ആകേണ്ടി വന്നാലും ഓരോ BJP പ്രവർത്തകനും ആ സംസ്ഥാന ദ്രോഹി ആകാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നിലപാടെടുക്കുന്നത്. കാരണം ഇത് തിരുത്തപ്പെടണം. രാജാവ് നഗ്നനാണെന്ന് ആരെങ്കിലും ഒരാൾ പറയണം. അത് പറയാൻ VD സതീശൻ്റെ പാർട്ടിക്ക് നട്ടലില്ല. അപ്പോൾ നട്ടലുള്ളൊരു പാർട്ടി BJP ആണ്. BJP അത് പറയുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി സംസ്ഥാന ദ്രോഹിയാക്കിയാലും അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങൾ കേരളത്തിൽ ഒരു പുതിയ കേരളം, വികസിത കേരളം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തെ നയിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഉറച്ച നിലപാടുണ്ട്. ഞങ്ങൾ തരാതരം പോലെ അപ്പ കാണുന്നവർ അപ്പ എന്ന് വിളിക്കുന്ന നിലയിലേക്കൊന്നും ഞങ്ങൾ മാറില്ല. ഞങ്ങൾക്ക് നിലപാടുണ്ട്. നിലപാടിന് ഉറച്ച് ഞങ്ങൾ മുന്നോട്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിനകത്ത് സ്കില്ലിംഗ് ഇന്ത്യ അല്ലെങ്കിൽ സ്കില്ലിംഗ് കേരള എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് വന്നു എന്ന് വിചാരിക്കും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇല്ല വന്നു എന്ന് വിചാരിക്കൂ. ഇപ്പോൾ അങ്ങനെ വന്നാൽ കേരളത്തിൽ PSC എന്ന് പറയുന്ന തൊഴിൽ കൊടുക്കേണ്ട ഒരു സംരംഭം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെ വെറും കറവ പശുവാക്കി നിർത്തിക്കൊണ്ടല്ലേ കേരളത്തിനത് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത്. തലസ്ഥാന ജില്ലയിൽ CPM 45 വർഷം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജില്ലാ സെക്രട്ടറിയുടെ കത്ത് തന്നു കഴിഞ്ഞാൽ മുൻഗണനാ ക്രമത്തിൽ ഞാൻ നിയമിച്ചോളാം എന്ന് എഴുതി കൊടുക്കുന്ന മേയർ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ കേരളം. അപ്പോൾ ഈ നിലയിലുള്ള കേരളത്തിൽ നിന്ന് യുവാക്കൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? യുവാക്കൾ ഇന്ന് കേരളത്തിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നേരെ പഠിക്കേണ്ടത് ഒന്നുകിൽ ഉരുളാൻ പോകാൻ പഠിക്കണം, അല്ലെങ്കിൽ മുട്ടിലിഴയാൻ പഠിക്കണം, ഇതും അല്ലെങ്കിൽ പുല്ലുവാരി തിന്നാൻ പഠിക്കണം, അല്ലെങ്കിൽ മുടി മുറിക്കാൻ പഠിക്കണം. ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സ്വന്തം സഹപ്രവർത്തകൻ്റെ ചങ്കിൽ കത്തി കുത്താനെങ്കിലും പഠിക്കണം. ഇത്രയും പഠിച്ചാൽ CPM ജോലി തരും. അപ്പോൾ ഈ ഗതികേടിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് ഇതാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന സ്കില്ലിങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ അതാണ് പഠിപ്പിക്കുന്നത്. ഇനി താങ്കൾ ചോദിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മറ്റൊന്ന് എംപ്ലോയ്മെൻ്റ്. നിങ്ങൾ ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചല്ലോ. പ്രോഗ്രസ് കാർഡിൽ എത്ര മാർക്ക് കൊടുക്കുന്നതൊക്കെ ജനങ്ങളാണ്, ഞാൻ അതിനൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ മനഃപൂർവ്വമായി പറയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗം. അതായത് 2016 സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുമ്പോൾ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു പ്രകടന പത്രിക ഉണ്ടായി. ആ പ്രകടന പത്രികയ്ക്കകത്ത് അവർ പറഞ്ഞത് പ്രതിവർഷം 5 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ, 10 വർഷമായി 50 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം. ഇപ്പോഴും കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ CPMൻ്റെ ചില നേതാക്കന്മാർ പറയും 3.5 ലക്ഷം എന്ന് പറയും, ചില നേതാക്കന്മാർ പറയും 2.25 ലക്ഷം എന്ന് പറയും, ചില നേതാക്കന്മാർ പറയും 2.5 എന്ന് പറയും, ചിലർ 3 എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അഡ്വൈസ് മെമ്മോ അയച്ച കണക്കും ഈ അഡ്വൈസ് മെമ്മോ അയച്ചവർക്കെല്ലാം ജോലി കൊടുക്കുന്നതാണ് ചില CPMമാർ പറയുന്നത്. അയാൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്. CPMകാരനാകുമ്പോൾ ബോധമില്ലായ്മ ഒരു തെറ്റല്ല, വിവരക്കേട് ഒരു അലങ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തെറ്റായിട്ടും പറയുന്നില്ല. കേരളത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള PSC വഴി ജോലി കിട്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണം 2-നും 2.5-ക്കും ഇടയിലാണ്, 2.5 ലക്ഷത്തിനും ഇടയിലാണ്. കൃത്യമായ കണക്ക് ഇതുവരെ PSC പുറത്തു വിട്ടിട്ടില്ല. ഇവർ പറയുന്ന കണക്കിൻ്റെ ഭാഗമായി ഞങ്ങളുടെയൊക്കെ ഒരു ഗ്രൗണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗം. അപ്പം നിങ്ങൾ നോക്കൂ, 50 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു വന്നൊരു സർക്കാർ. ആ സർക്കാർ എന്താണ്
2-2.5 ലക്ഷത്തിൽ ഒതുങ്ങിപ്പോയത്. അപ്പോൾ കേരളത്തിനകത്ത് എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഡെയിലി വേജസ് ആയിട്ടും കോൺട്രാക്ട് സ്റ്റാഫായിട്ടും CPMൻ്റെ എത്രയോ നേതാക്കന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെ ജോലി ചെയ്യുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ആ ജോലി കൊടുക്കുന്നില്ല? ഈ ചോദ്യം റൈസ് ചെയ്താൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സംസ്ഥാന ദ്രോഹിയാവും. അത് ചോദിക്കാൻ പാടില്ല. തെറ്റ് ഞങ്ങൾ ചെയ്യും, പക്ഷേ ചോദിക്കാൻ പാടില്ല. പിന്നെ ഇതിനെല്ലാം വെഞ്ചാമരം വീശി കൊടുക്കുന്ന പണിയാണ് കേരളത്തിലെ കോൺഗ്രസും VD സതീശനും എടുക്കുന്നത്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ അപഹാസ്യമായി. കാരണം ഞങ്ങൾ സഭയ്ക്കകത്തില്ല. സഭയ്ക്കകത്ത് ഇവർ രണ്ടുപേരും കയറിക്കഴിഞ്ഞാൽ കിട്ടിയ സമോസയുടെ വണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകുന്ന UDFും ആ സമോസ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന CPMുമായിട്ട് ഇവർ മാറുകയാണ്. അതായത് നമ്മുടെ ഈ നാത്തൂൻ പോരെന്നൊക്കെ പറയുന്നത് പോലെ, ഒരു ചക്കളത്തി പോരെന്നൊക്കെ പറയുന്നത് മാതിരി അകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോരാണ്. കാരണം ഇവർക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭായിമാരായിട്ട് ഇരിക്കണം. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ഡൽഹിയിലോട്ട് പോകുമ്പോൾ ഒരുമിച്ചേ പോകാൻ പറ്റുള്ളൂ. ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നമ്മൾ ഇടക്കിടക്ക്, രക്തസാക്ഷി മണ്ഡപത്തിലും ഗവർണറുടെ വസതിയുടെ മുന്നിലുമൊക്കെ നമ്മൾ ഇടക്കിടക്ക് കാണുന്നൊരു നാടകം ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിരിക്കും, ഒരമ്മ പെറ്റ മക്കളെ പോലെ. 5 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടുപേരും 2 രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു നെറികെട്ട രാഷ്ട്രീയമാണ്. അവരുടെ പവർ പൊളിറ്റിക്സിന് അനുസൃതമായി കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ യുവാക്കളെയും ആ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള നാണംകെട്ട പൊളിറ്റിക്സ്. അതായത് നിനക്ക് കിട്ടാത്തോട്ട് എൻ്റെ പെട്ടിയിൽ വരട്ടെ, എനിക്ക് കിട്ടാത്തോട്ട് നിൻ്റെ പെട്ടിയിൽ വരട്ടെ എന്നുള്ള രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത് 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് കേരളം നേരിടുമ്പോൾ 3 മുന്നണികൾ ഉണ്ടാവില്ല, 2 മുന്നണി ഉണ്ടാവുള്ളൂ. അതിൽ LDFും UDFും ചേർന്ന ഒരൊറ്റ മുന്നണിയും BJPയും NDAയും എന്ന് പറയുന്ന ഒരൊറ്റ മുന്നണിയും. അപ്പോൾ സ്വാഭാവികമായി ഇനി മുതൽ ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരും. അങ്ങനെ ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. കാരണം ഇവരുടെ കാപട്യം ജനങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിന് പുറത്ത് ഇവർ ഭായിമാരായിട്ടിരിക്കുന്ന ഇവർ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാ? രാഹുൽ ഗാന്ധി. ഇവരുടെ രണ്ടുപേരുടെ ഐഡിയോളജി എന്താ? NDAക്ക് എതിരായിട്ടുള്ള ഐഡിയോളജി. ഈ ഐഡിയോളജി വെച്ചിട്ട് ഇവരെന്തിനാ കേരളത്തിൽ വന്ന് രണ്ടായിട്ട് മത്സരിക്കുന്നു? ഒറ്റയായിട്ട് മത്സരിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.